ലിസ്റ്റും പറയുന്ന എല്ലാ വിവരമില്ലായ്മയ്ക്കും ഞാൻ മറുപടി പറയണമെന്നില്ലല്ലോ. പിന്നെ നിങ്ങളെല്ലാവരും ഇത്രയും പേര് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അതും വാർത്താ ചാനലുകളാണ്. അപ്പോൾ അതിന് എനിക്കതിനൊരു ഉത്തരവാദിത്വമുണ്ട് അതിന് പറയുക എന്നുള്ളത്. ഇപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പർദ്ദ ധരിച്ചു പോയത്. പക്ഷെ അത് എല്ലാ ദിവസവും അതിട്ടുകൊണ്ട് പോകണമെന്നില്ലല്ലോ. ഞാൻ അവിടെ അന്ന് അസോസിയേഷനിലെ ഭാരവാഹികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പർദ്ദ ധരിച്ചു പോയി. ശരിയാണ്, അതെൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു. രണ്ടാമത് പോകുമ്പോൾ അവിടെ ഭരണാധികാരികളുണ്ട്, അവിടെ മീഡിയക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ദ ധരിച്ച് നടക്കണമെന്നാണ് ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചതാണ്. എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും എന്നെ പുറത്താക്കുമെന്ന് ഭരണാധികാരി അടക്കം പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ അന്ന് പർദ്ദ ധരിച്ചു പോയത്. സിനിമയുടെ പ്രൊഡക്ഷന്റെ പേരിലാണ് മറ്റൊരു ആരോപണം ലിസ്റ്റിൻ പറയുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പേരിലല്ല, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് 3 സർട്ടിഫിക്കറ്റ് വേണ്ടത്. അതാണ് കാണിക്കേണ്ടതെന്നാണ്. സാന്ദ്രയുടെ പേരിലുള്ള സെൻസ് സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടതെന്നാണ് ലിസ്റ്റിൻ പറയുന്നത്. അത് ഈ അസോസിയേഷൻ്റെ തന്നെ ട്രഷററായിരുന്നുകൊണ്ട് ലിസ്റ്റിന് ഈ ബൈലോയെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് ലിസ്റ്റിന് അങ്ങനെ പറയുന്നത്. ഇതാണ് ബൈലോ. ഈ ബൈലോയിലെ 23ാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നത്: എനി റെഗുലർ മെമ്പർ who has got 3 or more number of pictures censored to his credit എന്നാണ്, അല്ലാതെ ഫേമിൻ്റെ ക്രെഡിറ്റിൽ നല്ല പറഞ്ഞേക്കുന്നത്. ടു ഹിസ് ക്രെഡിറ്റ് വിൽ ബി എലിജിബിൾ ഫോർ ഓക്യുപ്പൈങ് എനി പോസ്റ്റ് ആസ് ആൻ ഓഫീസ് ബെയറർ എന്നാണ് പറയുന്നത്. ഈ ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു സാങ്കേതിക കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ നോമിനേഷൻ തള്ളുകയാണ് ഉണ്ടായത്. അതിപ്പോൾ കോടതി തെളിയിക്കുമല്ലോ. 11-ാം തീയതി അതിൻ്റെ വിധി വരാനായിട്ടിരിക്കുകയാണ്. അപ്പം ലിസ്റ്റിൻ ചുമ്മാ അതും ഇതും പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിന് ഒന്നിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ അസോസിയേഷൻ്റെ തലപ്പത്ത് കയറി ഇരുന്നുകൊണ്ട് ഒരു ധാരണയില്ലാതെയാണ് പല കാര്യങ്ങളും പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ മാനേജിങ് പാർട്ട്ണറായിരുന്നു. അത് കഴിഞ്ഞ് 2016 ശേഷം 24 വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ 2016 വരെ ഒരു മെമ്പർക്കാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഒരു ഫേമിനാണ്. മനസ്സിലായോ? ഒരു ഫേമിന് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ആ ഫേമിൻ്റെ പാർട്ട്ണറായിരുന്നു ഞാൻ. അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിന്നിരുന്നത് ഞാനാണ്. അതിൻ്റെ മാനേജിങ് പാർട്ട്ണർ ഞാനായിരുന്നു. അത് പ്രകാരം 2011 മുതൽ 2016 വരെ എനിക്കായിരുന്നു വോട്ടിംഗ് റൈറ്റ്സ്. അതിനുശേഷം ഞാൻ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇപ്പോൾ എനിക്ക് വോട്ടിംഗ് റൈറ്റ്സ് വന്നത്. എന്ന് വെച്ച് നമുക്ക് മത്സരിക്കാനുള്ള എലിജിബിലിറ്റി അതല്ല. മത്സരിക്കാനുള്ള എലിജിബിലിറ്റി ഏതെങ്കിലും 3 സെൻസർ സർട്ടിഫിക്കറ്റാണ്. ഈ പറയുന്ന വ്യക്തി ഏതെങ്കിലും 3 സിനിമകളെങ്കിലും ചെയ്തിരിക്കണം എന്ന് മാത്രമേ അതിനുള്ളൂ. ഈ ബൈലോ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എലിജിബിൾ ആണ് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ലിസ്റ്റിന് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ലിസ്റ്റിന് പലപ്പോഴും ഈ സംഘടനാ തലപ്പത്ത് വരുന്ന ആളുകളൊന്നും ബൈലോ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉണ്ടായിട്ടോ അല്ല. അവരെല്ലാം അവരുടെ പവറും അല്ലെങ്കിൽ ഒരു കോക്കസിൻ്റെ ഭാഗമായി നിന്ന് മാത്രമാണ് ഈ അസോസിയേഷൻ്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. അത് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനിപ്പോൾ എത്രയോ കാര്യങ്ങൾ ലിസ്റ്റിനെ പറ്റി പറഞ്ഞു. ലിസ്റ്റിൻ പറയുന്നു ഞാൻ ഇപ്പം നിങ്ങളോട് തന്നെ കുറച്ച് മുമ്പേ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ്. 1 അല്ല 2 അല്ല 3 അല്ല, എല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ലിസ്റ്റിൻ പറയുന്നു. ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി വിട്ടു പോകാൻ തയ്യാറാവുമോ? അതാണ് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞേക്കുന്നത് എല്ലാം വാസ്തവമുള്ള കാര്യങ്ങളാണ്, എല്ലാത്തിനും കൃത്യമായ തെളിവുകളുള്ള കാര്യങ്ങളാണ്. ലിസ്റ്റിനോട് എനിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവും ഇല്ല. ലിസ്റ്റിൻ എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല. പക്ഷേ നമ്മൾ മറ്റ് നിർമ്മാതാക്കളെയും എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അതിനെ ചൂണ്ടിക്കാണിച്ചത്. അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ കൊച്ചു കൊച്ചു നിർമ്മാതാക്കൾ ഇല്ലാതാവുന്നത് വഴി സിനിമകൾ ഇല്ലാണ്ടാവുകയാണ്. അവിടെ പിന്നീട് അതായത് വലിയ സിനിമകൾ മാത്രം പോരല്ലോ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കാൻ. ഇവിടെ ചെറിയ ചെറിയ സിനിമകളും വേണം. എത്രയോ ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു, എത്രയോ ടെക്നീഷ്യൻസ്, അവർക്കൊന്നും അവസരങ്ങളില്ലാണ്ടാവുകയാണ്. ഒരു വ്യവസായത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ലിസ്റ്റിൻ പെരുമാറുന്നത്. ഞാനിപ്പോൾ ലിസ്റ്റിൻ എൻ്റെ നേർക്ക് പറഞ്ഞ് ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ ഇലക്ഷന് മത്സരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ലിസ്റ്റിൻ ഇപ്പോൾ ശ്വേത ചേച്ചിക്കെതിരെ മറ്റേ കേസ് കൊടുത്തതുപോലെ തന്നെ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് വന്നു. അപ്പം
ഇതെല്ലാം രീതികളെല്ലാം ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ സോഴ്സിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. എല്ലാ രീതികളും ഒന്നാണ്. അപ്പോൾ ഈ ഡീഫമേഷൻ കേസ് എന്തിനാണ് എനിക്ക് നേരെ വന്നത്? ഞാൻ പറഞ്ഞത് ലിസ്റ്റിൻ വട്ടിപ്പലിശക്കാരനാണെന്നാണ്. അത് ലിസ്റ്റിൻ തന്നെ സകല മാധ്യമങ്ങളോടും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലിസ്റ്റിൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെ, ഞാൻ വട്ടിപ്പലിശക്കാരനാണ്, അതിനിപ്പോൾ എന്താണ് എന്നാണ് ലിസ്റ്റിൻ ചോദിച്ചത് അല്ലേ? അത് ഇതിനകത്ത് ഞാൻ എന്താണ് പറയേണ്ടത്? അതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമെങ്കിലും ലിസ്റ്റിന് നുണയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടം വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ്. സാൻഡ്ര ഒരു വനിതയായതുകൊണ്ടാണ് ആദ്യഘട്ടത്തിലൊന്നും മറുപടി നൽകാത്തത് എന്നാണ് ലിസ്റ്റിൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മറുപടി പറയാൻ ഇപ്പം തന്നെ ലിസ്റ്റിൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ലിസ്റ്റിൻ തന്നെ അങ്ങോട്ട് ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഫേമുള്ളവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല എന്ന് പറയുന്നു, പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ളവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഉള്ള ആർക്കും മത്സരിക്കാൻ പറ്റില്ല. എത്ര പേര് അവിടെ പ്രൊപ്പറേറ്റർഷിപ്പിലുള്ളത്? അപ്പോൾ ഇതൊന്നും ഒരു അറിവുമില്ലാതെ, പറയുന്നതിലൊരു വ്യക്തതയില്ലാതെ, എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ലിസ്റ്റിൻ പറയുന്നത്. കുറച്ച് സിനിമകൾ എടുത്തതുകൊണ്ട് മാത്രം ഒരു അസോസിയേഷനെ കൊണ്ട് നടത്താനായിട്ട് സാധിക്കത്തില്ല. മമ്മൂട്ടിയുടെ പേര് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്ന് ലിസ്റ്റിൻ ആരോപിച്ചു. അതുപോലെ തന്നെ സിനിമകളിൽ നിന്ന് ആളുകൾ പിന്മാറുന്നത് അവരുടെ ഇഷ്ടപ്രകാരം ഇതിന് മുൻപും സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ് ഇത്രമാത്രം വലുതാക്കി സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നാണ് ലിസ്റ്റിൻ ചോദിക്കുന്നത്. ഇപ്പം ലിസ്റ്റിനാണ് ആവശ്യമില്ലാതെ ഇപ്പം മമ്മൂക്കയുടെ പേര് അതിലേക്ക് വലിച്ചഴച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല വ്യക്തതയോടും നല്ല ബോധ്യത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ അടുത്ത് മമ്മൂക്കയും ലാലേട്ടനും ഇതിനകത്ത് പ്രതികരിച്ചിരുന്നോ എന്ന് ചോദിച്ചെടുത്ത് ഞാനവിടെ കള്ളം പറഞ്ഞില്ല, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. അത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഈ പ്രശ്നം, അതായത് എനിക്ക് ഇപ്പോൾ പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോകരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട്. അതല്ല അതിൻ്റെ വാസ്തവം. അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ SIT കേസെടുത്ത് 4 പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട്. അതിൻ്റെ പേരിലാണ് കേസുമായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വിളിച്ചത്. മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ശ്രീ ആൻഡോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാമെന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല. അപ്പോഴാണ് അവർ മമ്മൂക്കയെ സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും. പക്ഷേ എനിക്കിങ്ങനൊരു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു, ഇനി സാൻഡ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇത് പിന്നീട് നിങ്ങൾ അന്നത്തെ ഒരു ഇതിന് ശേഷം പല മാധ്യമപ്രവർത്തകരും എന്നോട് വന്ന് ചോദിച്ചപ്പോഴെല്ലാം ഞാനിനി അതിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. എനിക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ലിസ്റ്റിൻ തന്നെ അത് വലിച്ചഴിച്ചിട്ടത് കൊണ്ടാണ്. മാത്രമല്ല ഇപ്പം ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതെല്ലാം ഇന്ന് വരെയും എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, നടന്ന കാര്യങ്ങളാണ്. അപ്പം പിന്നെ മമ്മൂക്കയെ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വലിച്ചഴിക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞൊരു കാര്യമാണ് അത്. ഇനി കൂടുതൽ അതിലേക്ക് പോകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, മമ്മൂക്ക പിന്നീട് വിളിച്ചിരുന്നു എന്നാണോ ഇപ്പോൾ പറഞ്ഞത്? തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളും ഉണ്ടല്ലോ. വിളിച്ചതിന് ഇപ്പോൾ അവരെല്ലാവരും പരസ്യമായിട്ട് വെല്ലുവിളിച്ചൊക്കെ എന്നോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും കാണിച്ച് വീണ്ടും ആരെയും പ്രതിരോധത്തിലാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരും എൻ്റെ ശത്രുക്കളല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ആരും എൻ്റെ ശത്രുക്കളല്ല. ഞാനൊരു കോമൺ കോസിന് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആരെയും എന്താ പറയുക മോശക്കാരനാക്കാനോ ഇതൊന്നും ശ്രമിക്കുന്നതല്ല. പക്ഷേ ഈ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ലിസ്റ്റിനെ പോലുള്ള ആൾക്കാർ മമ്മൂക്കയെ വലിച്ചഴിക്കാതിരിക്കുക ഇനിയെങ്കിലും. അല്ല, അദ്ദേഹത്തിന് എനിക്കൊരു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷം. അതിനുശേഷം ഇനി സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത്. ലിസ്റ്റിൻ സാന്ദ്രയുടെ ഒരു പഴയ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിരുന്നോ?
അത് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അടിയിലെ കമൻസ് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതാണെന്ന് പറയണം. അത് അന്ന് മമ്മൂക്ക എന്നെ വിളിച്ചിരുന്നു, അത് ശരിയാണ്, അത് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞു. ഇന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അതും ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ആരോടും വ്യക്തിവൈരാഗ്യങ്ങളില്ല. ആ അവസരത്തിൽ എന്തായിരുന്നു, ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും അവരെ തിരുത്തേണ്ടത് കുടുംബാംഗങ്ങളല്ലേ. അതല്ല അവർ പറഞ്ഞതാണ് ശരിയെന്ന് അംഗീകരിക്കുകയല്ലല്ലോ വേണ്ടത്. അപ്പം അത്രേ ഞാനും ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്ക. അപ്പോൾ അതുകൊണ്ടാണ് മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതും. അത് അദ്ദേഹത്തിൻ്റെ ചോയ്സ് അല്ലേ. അത് എനിക്കതിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനത് സമ്മതിച്ചില്ല. പിന്നീട് അദ്ദേഹം അത് ആ സിനിമയിൽ നിന്ന് മാറിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ.